എന്താ പറയുന്നത്? പള്ളി വെച്ച് ഫോൺ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ടുള്ളേ ആ പ്രാർത്ഥിക്കാം. എന്താ അംഗസംഖ്യ കുറവാണല്ലോ. ശനിയാഴ്ച വൈകുന്നേരം യുവജന പ്രസ്ഥാനത്തിന് മീറ്റിംഗ് വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി. ആട്ടെ, ഇത്രയും പേരല്ലേ ഉള്ളൂ. നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? കുർബാനൊക്കെ അല്ലേ എങ്ങനെയാ ക്വിസ് നടത്തേണ്ടത്? കുർബാനയിൽ ഓർക്കുന്ന 3 റഷ്യക്കാരുടെ പേരുകൾ പറയാമോ? അതെ, റഷ്യക്കാർ. പ്രഭാത നമസ്കാരമാണ്. ഒരുത്തൻ പായിൽ ഉറങ്ങിയിട്ടുണ്ട്. എന്തൊരു ചോദ്യമാണ് മക്കളെ. ആ കുർബാനയിൽ തെറ്റ് കാണിച്ചേ. ഈ വരിയൊന്ന് പാടിക്കേ. മതി മതി മതി. ഇവര് റഷ്യക്കാരൻ ആരാടാ പറഞ്ഞത്? ചാവി കീഴടക്കി ബലവാൻ സ്കീഫായി ഉറങ്ങിയെന്നാണ്. അതായത് മരണത്തെ കീഴടക്കിക്കൊണ്ട് ബലവാനായ ദൈവം സ്കീഫായി, അതായത് പുരുഷൻ ഉറങ്ങുന്നു എന്നാണ്. പോയി അടുത്ത ഞങ്ങൾ ചോദിക്കാറ് പരിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും പെൺപിള്ളാരെ അയ്യേ, പെൺപിള്ളാരെ ഞങ്ങൾ ഓർക്കാറില്ല. പരിശുദ്ധന്മാരുടെ മൽപ്പാന്മാരെ പെൺപിള്ളാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ട് ചവിണ്ട്. നമ്മുടെ കുർബാനകൾ 5-ാം ദിവസം അവസാനം നോക്കും. ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പെൺപിള്ളാരെ ഞങ്ങൾ ഓർക്കുന്നു. എടാ, അത് പെൺപിള്ളാരെയല്ല, പെൺപിള്ളവരെ ഞങ്ങൾ ഓർക്കുന്നുവെന്നാ. അതെങ്ങനെയാ? മനസ്സിലുള്ളതല്ലേ ഓർത്തു വരും. ഇത്രയും പ്രായമായിരുന്നു നിനക്കൊക്കെ. ഇനിയെങ്കിലും പുസ്തകം നോക്കി വായിച്ചില്ലേ? ഇനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെ വിവരവും വിദ്യാഭ്യാസം ഉള്ളവൻ വരെ തന്നെ പട്ടക്കാരനെ പാട്ടക്കാരനെ കഷ്ടതയെ കാഷ്ടമാക്കുന്ന കാലമല്ലേ? നീ അടുത്ത ചോദ്യം ചോദിക്കും. പകൽ സൂര്യനങ്ങളും രാത്രി ചന്ദ്രനങ്ങളും എന്ന് പറയുന്നില്ലേ മക്കളെ? അത് സൂര്യനെ ബഹുമാന പുരസ്കാരം അങ്കിളെന്ന് വിളിച്ചൊന്നുമല്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വരാനും മധ്യമൊന്നുമല്ല. മേലെയുള്ളവരാലും താഴെയുള്ളവരാലും, അതായത് മുകളിലുള്ള മനുഷ്യരാലും താഴെയുള്ളവരാലും നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. മനുഷ്യനെ സ്നേഹിക്കണം നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ തന്നെ നമ്മുടെ പ്രാർത്ഥന ഞങ്ങളെ വെടിവെക്കണമേ എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ ആരെയും വെടിവെക്കാൻ പറയുന്നില്ലല്ലോ. ഞങ്ങളെ വെടിവെക്കണമേ എന്ന് പറയുന്നത്. അയ്യോ മോനെ, അത് വെടിവെക്കണമേ എന്നല്ല, ഞങ്ങളെ വിടുവിക്കണമേ എന്നാണ്. അത് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിലെവിടെടാ? അയ്യോ മോനെ, അത് വെല്ലുവിളിക്ക് പല്ലില്ലാത്തതുകൊണ്ട് അങ്ങനെ പാടുന്നത്. തൃത്വേകത്വവും ഏകത്വ തൃത്വവുമായി സ്നേഹം എന്നതാണ് ശരി. അച്ഛനല്ലോ വേറെ ചോദിക്കുന്നു. ഞാനൊരു സംശയം ചോദിക്കട്ടെ. മനുഷ്യനെ കർത്താവ് എന്ന് വിളിക്കാമോ? പാടില്ല. മുഖ്യമന്ത്രി കർത്താവ് എന്ന് വിളിക്കാമല്ലോ? പാടില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി കർത്താവ് എന്ന് വിളിക്കാമല്ലോ? അതും പാടില്ല. അതേപോലെ മനുഷ്യനല്ലേ. പിന്നെന്തിനാ നമ്മുടെ പ്രാർത്ഥനയിലെ കരുണാനിധിയാൻ കർത്താവ് എന്ന് വിളിക്കുന്നത്? മലയാളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളം അറിയുന്നത്. കരുണാനിധിയെ കർത്താവ് എന്ന് വിളിച്ചത് ആരാടാ പറഞ്ഞത്? നമ്മുടെ കർത്താവിന് കരുണയുടെ നിധി എന്ന വിശേഷണം കൊടുത്തതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുർബാന ആദ്യം മുതൽ തുടങ്ങാം. അല്ലടാ, പാടിക്കേ. വെളിവ് നിറഞ്ഞ ഈശോയുടെ 2ാം കണ്ണിയോട്ട് പാടിക്കേ. പുണ്യനിലേ പരിശുദ്ധ വേണ്ട കാഷ്ടത വിഞ്ചിൻ ദൈവമടിയ മതി മതി മതി. ഇതാ നിങ്ങളുടെ പ്രശ്നം. ആവശ്യമില്ലാത്തടത്ത് നീട്ടും, അതില്ലാത്തടത്ത് ചുരുക്കും. വേണ്ട കാഷ്ടതയല്ല, കഷ്ടത. വിഞ്ചിന്തയല്ല, വീൺചിന്ത. വിഞ്ചിന്ത എന്നാൽ എന്താ? സ്വർഗചിന്ത. വീൺചിന്ത എന്നാൽ ദുശ്ചിന്ത.
വേണ്ട കഷ്ടത വീൺചിന്തയും അടിയാരിയും ഒഴിക്കണമേ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കഷ്ടതയും ദുശ്ചിന്തയും അടിയാരിയും ഒഴിക്കണമേ എന്നാണ്. അടുത്ത പാട്ട് പാടി ഭൂവിലശേഷം പാടിയാണ്. ആവശ്യമില്ലാത്ത നീന്തൽ ഒരു സ്ഥിരം പ്രശ്നമാണ്. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ നിന്ന് പങ്കെടുത്തതുകൊണ്ട് കൂട്ടത്തിൽ കൂട്ടുന്ന രീതിയിൽ പാടുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല. കുർബാനക്രമം കയ്യിൽ എടുത്തു പിടിച്ച് ഓരോ വാക്കിന്റെ അർത്ഥം നോക്കി വേണം പറയാൻ. അറിയാത്ത വാക്കിന്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മിനിമം ഒരു 50 കുർബാനയിലെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ. ആർക്കെങ്കിലും പറയാം അതിന്റെ അർത്ഥം എന്താണെന്ന്, ഓരോ പാട്ടിനും സാരാംശം എന്താണെന്ന്. എന്നിട്ട് സഭയെ പഴിച്ചാൽ ഓർത്തഡോക്സുകാർക്ക് പുസ്തകം നോക്കി വായന മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാനയിൽ ഒരു നാടകം പോലെ എന്തൊക്കെ കാട്ടിക്കൊടുക്കുന്നു എന്ന്. വിശുദ്ധ കുർബാന ആരാധനയാണ്, പരിശുദ്ധമായ ഒരു വിധിയാണ്. നമ്മുടെ കർത്താവ് ഒരിക്കലായി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അതിന്റെ ഓർമ്മയിലും നാം ഓരോ ആഴ്ചയും വിശുദ്ധ കുർബാന നടത്തുന്നു. വിശുദ്ധ കുർബാനയിൽ കാണുന്ന ഓരോ ചെയ്യുന്ന ഓരോ ക്രിയകൾക്കും ആഴമേറിയ അർത്ഥമുണ്ട്. കാണുന്ന നിറത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. ധരിക്കുന്ന വസ്ത്രത്തിന് ഓരോ സൂചനകളുണ്ട്. ഇങ്ങനെയുള്ള പരിശുദ്ധ വിധി അലക്ഷ്യമായി നിൽക്കുന്നത് ശരിയാണോ? അല്ല. പണ്ടുള്ളവർ പാടുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ നീട്ടി വലിച്ച് പുസ്തകം നോക്കാതെ പാടുന്നത് ശരിയാണോ? അല്ല. ഇപ്പോൾ നിങ്ങൾ പാടിയ പാട്ട് ഏതാ? അവിടെ തന്നെ തെറ്റ്. ഭൂമിയിൽ ആ ശേഷമല്ല, ലായ്ക്ക് ദീർഘവുമില്ല. ഭൂമിയിൽ ആ ശേഷം, ഭൂമിയിൽ എല്ലായിടത്തും അതിൽ തന്നെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കുന്നില്ല. മോറാനീശോ കുരിശുവിൽ എന്ന പാട്ട് പാടുമ്പോഴും പരിശുദ്ധന്മാരെ നിങ്ങൾ എന്ന പാട്ട് പാടുമ്പോഴും താൻ, നീ എന്നീ വാക്കുകൾ മാറിപ്പോകാൻ ശ്രദ്ധിക്കണം. മായിച്ചിടണം എന്നീ വാക്കുകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. ഒന്നും ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ കുർബാന അർത്ഥവത്താകണമെങ്കിൽ നാം ഓരോരുത്തരും കുർബാനകളെ നോക്കി അർത്ഥവത്തായ പാട്ടുകൾ പാടുകയും വായിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കുർബാന അർത്ഥവത്താകുകയുള്ളൂ. ഇനി എല്ലാവരും പുസ്തകം കയ്യിലെടുത്ത് വെച്ച് അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമോ? എന്നാൽ നമുക്ക് പിരിയാം.